നമ്മളിപ്പോ പിന്നെ വാർത്താക്കാർക്ക് നമ്മൾ ഇതേപോലെ നമ്മളിപ്പോ ചാനൽക്കാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഓൺലൈനിൽ മികച്ച ഓൺലൈൻ അതിന് നമുക്കൊരു അവാർഡ് കൊടുത്തുകൂടാ? കാരണം അവരാണ് ഇതിന്റെ എഫർട്ട് എടുക്കുന്നത്. മഴയായാലും വെയിലായാലും എന്തൊക്കെ ആയാലും അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കൊരു അവാർഡ് നമുക്ക് പ്രഖ്യാപിച്ചുകൂടാ? എൻട്രി വേണം. നിങ്ങൾ എൻട്രി തരുക. അടുത്ത പ്രാവശ്യം പുലരി ചെയ്യുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൂടി ഒരു എൻട്രി നിങ്ങൾ ക്ഷണിക്കുക. കാരണം നമ്മൾ അവരെ ബഹുമാനിക്കണം. വെറുതെ വാക്കുകൾ കൊണ്ടല്ല നമ്മളത് പറയേണ്ടത്, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അത് കാണിക്കണം. അതുകൂടി ഇപ്പൊ സുരേഷ് സാർ പറഞ്ഞത് എനിക്ക് അപ്പോഴാണ് എനിക്കും കത്തിയത്. ശരിയാണല്ലോ, അവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? കാരണം അവർ പലരും ബാക്കിൽ നിൽക്കുന്നവരാണ്. ഒറ്റാൽ പോരാടുന്ന കുറെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവരെയും കൂടി നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി നമുക്കൊരു ബഹുമാനിക്കാം. നിങ്ങൾ എൻട്രി കൊടുക്കുക. നിങ്ങൾക്ക് അതുള്ളൊരു പൂമാലയാണ്. നിങ്ങളുടെ അതൊരു പൂമാലയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ചീത്ത കേൾക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ചീത്ത കേൾക്കണമെങ്കിൽ എന്നെ അവർ അത്രയും നോട്ട് ചെയ്യുന്നുണ്ടാണ്. അപ്പം നിങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഓൺലൈൻകാര് മറ്റു മാധ്യമങ്ങളെയും കാട്ടി നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് കിട്ടുന്ന ചീത്ത. അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ചിലപ്പോൾ ഇനിയുള്ള അങ്ങോട്ട് കാലഘട്ടത്തിൽ നിങ്ങളായിരിക്കും മികച്ച നിൽക്കാൻ പോകുന്നതും അറിയപ്പെടാൻ പോകുന്നതും. നോക്കിക്കോ, ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി വെച്ചോളൂ. ഓൺലൈൻ മാധ്യമങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു 2 വർഷം വേണ്ട, നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും മറ്റുള്ള ചാനലുകളും കാട്ടിയും ഓൺലൈൻ ചാനലായിരിക്കും ഇനി മികച്ച് നിൽക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇനി എവിടെ ചെന്നാലും ഇതിൽ കൂടുതൽ അംഗീകാരം കിട്ടും. ഇതിൽ കൂടെ ആവട്ടെ അംഗീകാരങ്ങൾ ഇനി നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടാണ്, ഇനിയും സപ്പോർട്ട് തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം അവര് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷെ ആരും ബഹുമാനിക്കാറില്ല. എനിക്ക് നിങ്ങളോട് ബഹുമാനം തന്നെയാണ്. അതുകൊണ്ട് അത് വെറുതെ വാക്കുകളല്ല പറയുന്നത്. എന്നെ അറിയുന്ന ഓൺലൈൻ മാധ്യമക്കാർക്ക് അതറിയാം. നമ്മുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് ഇനി സപ്പോർട്ടും എല്ലാ റെസ്പെക്റ്റും നിങ്ങൾക്ക് തരുന്നതാ ആയിരിക്കുന്നല്ല ആണ്.